തലേ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വെള്ളമെങ്ങും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മീനുകളും ധാരാളമായി ഉണ്ടായിരുന്നു. അതിനെ പെറുക്കിയെടുക്കുവാനും പിടിക്കുവാനും വേണ്ടി ഒരു സ്ത്രീ തൻ്റെ സ്വന്തം വള്ളത്തിൽ അവിടേക്കെത്തി. 2 തുരുത്തുകൾക്കിടയിലൂടെയുള്ള ജലപാതയിലൂടെ അവർ പതിയെ ആ വഞ്ചി തുഴഞ്ഞു നീങ്ങുകയാണ്. അതിനിടയിൽ അവർ ചെറിയൊരു വലയും വീശുന്നുണ്ടായിരുന്നു. അതിൽ കുരുങ്ങുന്ന മീനുകളെയും മറ്റും അവർ പെറുക്കി തൻ്റെ വള്ളത്തിലേക്കിട്ടു. അവർ വീണ്ടും വള്ളം പതിയെ പതിയെ തുഴഞ്ഞു ആ തുരുത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. കണ്ടൽക്കാടുകളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശം, അവിടെ അവരറിഞ്ഞിരുന്നില്ല അവരെ കാത്ത് മരണമിരിക്കുന്നുണ്ടെന്ന്. തലേന്ന് രാത്രിയിൽ പെയ്ത മഴയിൽ തുരുത്തിൽ ആകെ വെള്ളം കയറിയിരിക്കുന്നു. 2-3 ദിവസമായി അവിടെ മഴ പെയ്യുവാൻ തുടങ്ങിയിട്ട്. പല തുരുത്തുകളിലെയും സ്ഥിതി ഇതുതന്നെയാണ്. പല മൃഗങ്ങളും മറ്റ് സ്ഥലങ്ങൾ തേടി മറ്റ് തുരുത്തുകൾ തേടി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ജീവികൾ അവിടെ ഒളിച്ചിരിക്കുന്നുവെന്നോ പതിയിരിക്കുന്നുവെന്നോ ആർക്കും അറിയുവാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ഇവരെ കാത്തിരുന്നത് ഒരു കടുവയായിരുന്നു. ആ തുരുത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഇവരെ പിന്തുടർന്നുകൊണ്ട് ഒരു കടുവയുടെ കണ്ണുകളും പോകുന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ സമയവും സന്ദർഭവും വന്നെത്തിയപ്പോൾ ആ സ്ത്രീയെ ആ കടുവ ആക്രമിച്ചു. അവരുടെ വഞ്ചിയുടെ മുകളിലേക്ക് ചാടുകയും വഞ്ചി മറിക്കുകയും അവരെ വെള്ളത്തിലേക്കിട്ട് കടിച്ചെടുത്ത് കരയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അവിടെ വെച്ച് ആ കടുവ അതിക്രൂരമായി അവരെ കൊന്നു. അവരുടെ ശരീരം വലിച്ചെടുത്തുകൊണ്ട് കണ്ടൽക്കാടുകൾക്കുള്ളിലേക്ക് കൊണ്ടുപോയി. രാവിലെ അവർ മീൻ പിടിക്കുവാൻ വേണ്ടി പോയതാണ്. ഒറ്റയ്ക്കാണ് പോയത്. ഗ്രാമത്തിലെ പലർക്കും ഈ വിവരം അറിയാമായിരുന്നു. വൈകുന്നേരമായിട്ടും അവരെ കാണാത്തപ്പോൾ അവർക്ക് സംശയമേറി. കാരണം ഇത്രയും സമയം വൈകിട്ടും കാണാത്തത് ഒരു കാരണം കൊണ്ട് മാത്രമാണെന്ന് അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു. മരണം അവരെ പിടികൂടിയിരിക്കുന്നു. എപ്പോൾ മരിച്ചു കാണുമെന്ന് അവർക്കറിയില്ല. പക്ഷേ ആളിപ്പോൾ ജീവനോടെ ഇല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ അവരെ തിരക്കി വഞ്ചിയിലും വള്ളങ്ങളിലുമായി ആളുകൾ അവിടേക്ക് പോയി. എന്നാൽ ആർക്കും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തകർന്ന നിലയിൽ ഒരു വള്ളം മാത്രം അവർ കണ്ടെത്തി. എങ്ങോട്ടാണ് പോയത്, എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ രാത്രിയിലും മഴ പെയ്തിരുന്നു. ട്രാക്കുകളും മാർഗുകളുമെല്ലാം മഴ കൊണ്ടുപോയി. ഞാൻ ഇന്നും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പോകുന്നത് സുന്ദർബാൻ വനത്തിലേക്കാണ്. ഇതിനു മുന്നേയും പല കഥകൾ നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ സുന്ദർബാൻ വനത്തെപ്പറ്റിയും അവിടുത്തെ കടുവകളെപ്പറ്റിയും ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. എൻ്റെ കഥകൾ കേൾക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം സുപരിചിതമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരെ കഥയിലേക്ക് പോകുകയാണ്. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് മെഹർ ഗാജിയുടെ ഒരു വേട്ടക്കഥയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് 1938 അതായത് ഇന്ത്യക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ കാലത്ത് സുന്ദർബാൻ പ്രദേശം ഇന്നത്തെക്കാളും ഏറെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഈ വനമേഖലയിൽ അന്ന് വനംവകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ധീരനായ മനുഷ്യനുണ്ടായിരുന്നു. മെഹർ ഗാജി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അയാൾക്ക് 2 കുട്ടികളായിരുന്നു, ഒരു ആണും ഒരു പെണ്ണും. ആൺകുട്ടിയുടെ പേര് പശുപതി ഗാജി എന്നാണ്. നമ്മൾ പറയുന്ന ഈ കഥ നടക്കുന്ന സമയത്ത് പശുപതി ഗാജിക്ക് ഏകദേശം 14 വയസ്സ് പ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളം എന്നത് തുച്ഛമായ ശമ്പളമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി വനംവകുപ്പിലെ ജോലിക്ക് പുറമേ അദ്ദേഹം കന്നുകാലികളെ വളർത്തിയിരുന്നു. മെഹർ ഗാജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ജീവിത കാലയളവിൽ താൻ ഏകദേശം 50 നരഭോജി കടുവകളെ കൊന്നിട്ടുള്ള വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് വനത്തെപ്പറ്റിയും വന്യജീവികളുടെ സ്വഭാവത്തെപ്പറ്റിയും നല്ല പോലെ അറിവുണ്ടായിരുന്നു. മെഹർ ഗാജിയുടെ ഗ്രാമത്തിന് സമീപം വനത്തോട് ചേർന്ന് അതിപ്രശസ്തമായ ഒരു പുളിമരമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് പ്രകാരം അതൊരു ലാൻഡ്മാർക്ക് പോലെയായിരുന്നു. വനത്തിൽ കന്നുകാലികളെ മേയ്ക്കുവാൻ പോകുന്നവർക്ക് ഉച്ച സമയത്ത് വിശ്രമിക്കാനുള്ള പ്രധാന ഇടമായിരുന്നു ആ വലിയ പുളിമരം. ഒരു ദിവസം മെഹർ ഗാജി തൻ്റെ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി ആ വനത്തിലേക്ക് പോയി. അവിടെ കന്നുകാലികളെ മേയ്ക്കുവാൻ വിട്ടതിന് ശേഷം
ഗാജി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ആ വലിയ പുളിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നിരുന്നു. അതിനുശേഷം ഓരോ കഥകൾ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നു. തൻ്റെ കന്നുകാലികൾ അവിടെയെല്ലാം മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. കൂടെ ഒരു ഇടയനുമുണ്ടായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരാൾ പരിഭ്രാന്തനായി, അതായത് ആ ഇടയൻ പരിഭ്രാന്തനായി ആ പുളിമര ചുവട്ടിലേക്ക് ഓടിയെത്തി. അവിടേക്ക് ഓടിയെത്തുമ്പോൾ അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ കിതച്ചുകൊണ്ട് മെഹർഗാജിയോട് കാര്യം പറഞ്ഞു. നമ്മളുടെ കന്നുകാലികളിൽ ഒന്നിനെ കന്നുകാലി പിടിക്കനായ ഒരു കടുവ പിടിച്ചിരിക്കുന്നു. എത്രയും വേഗം അവിടേക്ക് വരണം. ഈ വിവരമായിരുന്നു ആ കിതച്ചുകൊണ്ട് ആ ഇടയൻ അയാളോട് പറഞ്ഞത്. കേട്ട ഉടനെ തന്നെ മെഹർഗാജിയും തൻ്റെ സുഹൃത്തുക്കളും സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി. അവർ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കടുവ തൻ്റെ പശുക്കളിൽ ഒന്നിൻ്റെ പുറത്തേക്ക് ചാടി വീണ് അതിൻ്റെ കഴുത്തിലേക്ക് തൻ്റെ കൂർത്ത കോമ്പലുകൾ ഇറക്കി ഞെരിക്കുന്ന കാഴ്ചയായിരുന്നു. പശു നിലം പതിച്ചിരിക്കുന്നു. എങ്കിലും അതിന് ജീവനുണ്ട്. അതിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തെള്ളി നിൽക്കുന്നു. ശ്വാസം കിട്ടാതെ ആ പശു അവിടെ കിടന്ന് പിടയ്ക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും മെഹർഗാജിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം അപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൻ്റെ റൈഫിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും അയാൾക്കാകുന്ന പോലെ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയും അവിടെ കിടന്നിരുന്ന കല്ലുകൾ ആ കടുവയ്ക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്തു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. സാധാരണഗതിയിൽ കടുവകൾ, പ്രത്യേകിച്ച് കന്നുകാലി പിടിയനായ കടുവകൾ, മനുഷ്യരുടെ സാന്നിധ്യം കാണുമ്പോൾ തന്നെ താൻ പിടിച്ച ഇരയെ ഇട്ടിട്ട് ദൂരേക്ക് ഓടിയകന്നു പോകുന്നതാണ്. എന്നാൽ ഇവിടെ ഈ കടുവ പശുവിനെ വിടുവാൻ തയ്യാറായില്ല. അതിന് നേരെ അലറിയിട്ടും കല്ലുകൾ വലിച്ചെറിഞ്ഞിട്ടും താൻ പിടിച്ച ഇരയെ വിട്ട് വനത്തിലേക്ക് ഓടിപ്പോകുവാൻ ആ കടുവ തയ്യാറായില്ല. തൻ്റെ പശുവിനെ രക്ഷിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു മെഹർഗാജിക്ക് അപ്പോൾ ഉണ്ടായിരുന്നത്. തൻ്റെ സർവ്വധൈര്യവും എടുത്തുകൊണ്ട് മെഹർഗാജി വീണ്ടും മുന്നിലേക്ക് നടന്നു. തൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പിന്മാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും അതിലൊന്നും അദ്ദേഹം വീണില്ല. അവരുടെ വാക്കുകളെയൊന്നും വകവയ്ക്കാതെ മെഹർഗാജി തൻ്റെ പശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി മുന്നിലേക്ക് പതിയെ നടന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, ആ കടുവയുടെ പിടിയിൽ നിന്നും തൻ്റെ പശുവിനെ രക്ഷിക്കണം. അതിനൊരു കാരണമുണ്ടായിരുന്നു. തൻ്റെ പശുക്കളിൽ കറവയുള്ള ഒരേയൊരു പശു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പശുവാണ് ഇപ്പോൾ കടുവയുടെ പിടിയിൽപ്പെട്ട് ജീവന് വേണ്ടി പിടയുന്നത്. എങ്ങനെയും അതിനെ രക്ഷിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്നത്. അയാൾ അലറിക്കൊണ്ട് തൻ്റെ പശുവിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. മെഹർഗാജിയുടെ അസാമാന്യമായ ധൈര്യം കണ്ടുകൊണ്ട് കടുവ ഒന്ന് ഭയന്നു. അല്പം ഒന്ന് പിന്നിലോട്ട് മാറി. എങ്കിലും ആ കടുവ തൻ്റെ ഇരയെ ഉപേക്ഷിച്ച് അവിടെ നിന്നും വനത്തിലേക്ക് ഓടിപ്പോകുവാൻ തയ്യാറായില്ല. മെഹർഗാജി പതിയെ നടന്ന് തൻ്റെ പശുവിൻ്റെ അരികിലേക്കെത്തി. ആ കാഴ്ച കടുവയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചു. കടുവ അവിടെ നിന്നുകൊണ്ട് മുരണ്ടു. മുന്നിലേക്ക് ചാർജ് ചെയ്തു വന്ന് മെഹർഗാജിയെ ആക്രമിക്കുവാൻ അത് കൂട്ടുകയായിരുന്നു. സുഹൃത്തുക്കൾ ഉറക്കെ വിളിച്ചു. അതിൽ നിന്നും അദ്ദേഹത്തെ പിന്മാറ്റുവാൻ ശ്രമിച്ചു. അതിനെ ഉപേക്ഷിച്ച് ഇവിടേക്ക് വരുവാൻ പറഞ്ഞു. മെഹർഗാജി അതിൻ്റെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും ആ കന്നുകാലിയുടെ അവസാന ശ്വാസവും എടുത്തു കഴിഞ്ഞിരുന്നു. അതെ, ആ കന്നുകാലിയുടെ ജീവൻ പോയി. സുഹൃത്തുക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ കന്നുകാലി ചത്തിരിക്കുന്നു. ഇനിയും നിങ്ങൾ അവിടെ നിൽക്കരുത്. നിങ്ങൾ ഇവിടേക്ക് വരൂ. ആ കടുവ അല്പം പ്രശ്നക്കാരനാണ്. നിങ്ങൾ അത്രയും അടുത്ത് ചെന്നിട്ടും അത് പിന്മാറിപ്പോകുവാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങളെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾ ഒട്ടും അവിടെ നിൽക്കരുത്. നിങ്ങൾ പിന്നിലേക്ക് വരൂ. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളുവാൻ മെഹർഗാജി തയ്യാറായില്ല. തൻ്റെ കന്നുകാലിയെ വിട്ടുകൊടുക്കുവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. കടുവ ഒന്ന് മുരളുകയും മെഹർഗാജിക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. മെഹർഗാജിയെ ഒറ്റയടിക്ക് ദൂരേക്ക് ആ കടുവ തെറിപ്പിച്ചു. ആ കാഴ്ച കണ്ട് നിന്നവരെല്ലാം കരുതി മെഹർഗാജി മരിച്ചുവെന്ന്. അവർ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് സഹായത്തിനായി ഓടി. ഗ്രാമത്തിൽ ഓടിയെത്തിയ മെഹർഗാജിയുടെ സുഹൃത്തുക്കൾ ഗ്രാമീണരോട് പറഞ്ഞത് മെഹർഗാജിയെ കടുവ കൊന്നു എന്ന് തന്നെയാണ്. കാരണം ആ കടുവയുടെ ആക്രമണം അവർ നേരിട്ട് കണ്ടതാണ്. ഗ്രാമത്തിലെ ആളുകൾ ആവുന്ന പോലെ കമ്പും കൊള്ളിയും മറ്റുമെല്ലാം ശേഖരിച്ചെടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ അവിടെ മെഹർഗാജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പശുവിനെ അപ്പോഴേക്കും കടുവ വനത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. സുഹൃത്തുക്കൾ അപ്പോൾ വിചാരിച്ചത് കടുവ മെഹർഗാജിയെ ആക്രമിച്ചു കൊന്നു ഭക്ഷിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെ നടന്നില്ല. മെഹർഗാജിയെ ഉപേക്ഷിച്ച് വീണ്ടും കന്നുകാലിയുടെ അരികിലേക്ക് കടുവ മാറിപ്പോയിരുന്നു. കടുവ അത്രയും വിശന്നിരിക്കുകയായിരുന്നു.
അതുകൊണ്ടാണ് മെഹർഗാജി അതിൻ്റെ അടുത്ത് വന്നിട്ടും അദ്ദേഹത്തെ ഭയന്ന് കടുവ വീണ്ടും വനത്തിലേക്ക് പോകാതെ മുരണ്ടുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ അതൊരു നരഭോജി കടുവ ആകാത്തത് കൊണ്ടായിരിക്കാം മെഹർഗാജി അത് കൊന്നു ഭക്ഷിക്കാഞ്ഞത്, അല്ലെങ്കിൽ മെഹർഗാജിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം. എന്തായാലും ഗ്രാമത്തിലെ ആളുകൾ അവിടെ എത്തിയപ്പോഴേക്കും പശുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഒരു പാത മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചിരുന്നത്. കടുവയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ കടുവയുടെ പുറകിൽ പോകുവാൻ ആഗ്രഹിച്ചില്ല. അവിടെ അബോധാവസ്ഥയിൽ കടന്നിരുന്ന മെഹർഗാജി എടുത്തുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തലതൊട്ട് മുഖം വരെ ആ കടുവയുടെ ആഴത്തിലുള്ള നഖത്തിൻ്റെ പാടായിരുന്നു ഉണ്ടായിരുന്നത്. നഖം ആഴത്തിൽ തന്നെ ഇറങ്ങിയിരുന്നു. 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് മെഹർഗാജി ഒന്ന് സുഖം പ്രാപിച്ചത്. എങ്കിലും കടുവ അയാൾക്ക് സമ്മാനിച്ച ആ മുഖത്തെ ആ പാട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, മെഹർഗാജി ഏകദേശം 1 മാസത്തോളം ആശുപത്രിയിലായിരുന്നുവെന്ന്. ഈ കാലയളവിൽ അദ്ദേഹം ആശുപത്രി കിടക്കയിൽ കിടന്ന് ചിന്തിച്ചത് എങ്ങനെ നരഭോജി കടുവകളെ ഒരു വേട്ടക്കാരൻ്റെ ജീവൻ പണയം വയ്ക്കാതെ പിടിക്കാം എന്നതായിരുന്നു. പല മാർഗങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സഞ്ചരിച്ചു. ഒടുവിൽ ഗൺ ട്രാപ്പ് എന്ന വിദ്യയിൽ തൻ്റെ ചിന്തകൾ വന്നെത്തുകയായിരുന്നു. അങ്ങനെ ആശുപത്രി കാലയളവിൽ തന്നെയാണ് അദ്ദേഹം ഗൺ ട്രാപ്പ് എന്ന വിദ്യ വികസിപ്പിച്ചെടുത്തത്. അതൊന്നുമില്ല, കടുവകൾ പതിവായി പോകുന്ന വഴി കണ്ടെത്തണം. അതിനുശേഷം അവിടെയുള്ള ഒരു മരത്തിൽ ഈ തോക്ക് ഉറപ്പിച്ച് വയ്ക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ട്രിഗറിൽ നിന്നും ഒരു നൂല് കണക്ട് ചെയ്ത് കെട്ടി, ഒരു പ്രത്യേക രീതിയിൽ കെട്ടി വഴിയിൽ കൊണ്ട് കെട്ടിയിടണം. ആ നൂല് നേർത്തതും ശക്തിയുള്ളതുമായിരിക്കണം. അങ്ങനെ വഴി കുറുകെ കെട്ടിയിടുന്ന ആ നൂലിൻ്റെ ഇഴകളിലേക്ക് ഏതെങ്കിലും ഒരു കടുവയോ മറ്റ് ജീവികളോ വന്ന് തട്ടുകയാണെങ്കിൽ ആ സമയം തന്നെ ട്രിഗർ അമരുകയും കടുവയ്ക്ക് നേരെ ചൂണ്ടു നിൽക്കുന്ന കുഴിയിലൂടെ വെടിയുണ്ട അതിശക്തമായി പാഞ്ഞ് അതിൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെ കൊള്ളുകയും ചെയ്യും. ക്ലോസ് റേഞ്ചിൽ തന്നെ ഒരു വേട്ടക്കാരൻ്റെ സഹായമില്ലാതെ നൂലിൻ്റെയും കുറച്ച് കമ്പുകളുടെയും സഹായത്തോടെ നിർമ്മിച്ച ഈ വിദ്യയാണ് ഗൺ ട്രാപ്പ് എന്ന് അദ്ദേഹം വിളിച്ചത്. ഈ വിദ്യ തൻ്റെ മകനായ പച്പത് ഗാജിയെയും പഠിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ മെഹർഗാജി തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞത് ഇതുമാത്രമാണ്: ഞാൻ ഓമനിച്ചു വളർത്തിയ എൻ്റെ പശുവിനെ കൊന്ന, എന്നെ ആശുപത്രിയിൽ ഇത്രയും കാലം കിടത്തിയ ആ കടുവയെ ഞാൻ കൊല്ലും. ഇതായിരുന്നു മെഹർഗാജി അവിടെ നിന്നവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. 1938 ഓഗസ്റ്റ് മാസത്തിൽ ഒരു കനത്ത മഴ സുന്ദർബാനിൽ പെയ്തു. അതിനെ തുടർന്ന് തോടുകളും നദികളും കര കവിഞ്ഞു. സമുദ്രത്തിൽ നിന്നുമുള്ള വെള്ളം വനത്തിലേക്ക് കയറി. അതോടുകൂടി വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായ ഇരകളെ കണ്ടെത്താൻ പ്രയാസമായി. പന്നികളും മാനുകളും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന കടുവകൾക്ക് അവയ്ക്ക് വേണ്ടത്രയും ഇരകളെ കിട്ടാതെയായി. അതോടെ അവർ മനുഷ്യർക്ക് നേരെ തിരിഞ്ഞു. ഇതിനോടകം തന്നെ സുന്ദർബാനിലെ ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്ദർബാൻ വനത്തെപ്പറ്റിയും അവിടെയുള്ള ആളുകളുടെ ജീവിതത്തെപ്പറ്റിയും ഒന്നും പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ പറയാം, ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം എന്നത് മത്സ്യബന്ധനമാണ്. പിന്നെ കൃഷിയുണ്ട്. അതെപ്പോഴൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന് മുന്നേ ചെയ്ത കഥകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. മെഹർഗാജിയുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ആളുകൾ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയിരുന്നു. 2 തുരുത്തുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ജലപാതയിലൂടെ അവരുടെ വഞ്ചി കയറി. മത്സ്യത്തൊഴിലാളികൾ ആവശ്യത്തോടെ തങ്ങളുടെ വഞ്ചി തുഴഞ്ഞുകൊണ്ട് മീൻ പിടിക്കുവാൻ തുടങ്ങി. കാരണം ആ സമയത്ത് ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ചുറ്റുപാടും പ്രദേശം നിരീക്ഷിക്കുന്ന കാര്യം പോലും മറന്നുപോയി. അങ്ങനെ അവർ മീൻപിടുത്തത്തിൽ ആസ്വദിച്ചു നിൽക്കുന്ന സമയത്ത് അവരുടെ ചലനങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഒരു കടുവ അടുത്തുള്ള കണ്ടൽക്കാട്ടിൽ മറഞ്ഞിരിക്കുന്ന വിവരം അവർ അറിഞ്ഞിരുന്നില്ല. ഒരവസരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. ആ തുരത്തിൻ്റെ ഇടയിലൂടെയുള്ള ജലപാതയിലൂടെ ആ വഞ്ചി മെല്ലെ തുഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങിയതും ആ കടുവ ഒന്നും മുരളുക പോലും ചെയ്യാതെ അവൻ്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് സമാന്തരമായി അതിവേഗം ആ കടുവയെ ഓടുകയും അതിവേഗം തന്നെ ഒറ്റ കുതിപ്പിൽ ആ ജലപാതയിലേക്ക് ആ കടുവ ചാടിയിറങ്ങി. അപ്പോൾ മാത്രമാണ് അവർക്ക് ഒരു കടുവ തങ്ങളെ പിന്തുടരുന്ന കാര്യം പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അവർക്കാവുന്ന വേഗം അവർ ആ വഞ്ചി തുഴഞ്ഞു. എന്നാൽ കടുവയുടെ വേഗത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അവരുടെ വഞ്ചിയിലുണ്ടായിരുന്ന ഒരാളെ ആ കടുവ കടിക്കുകയും വലിച്ചു താഴേക്കിടുകയും ചെയ്തു. അവർക്കൊപ്പമുണ്ടായിരുന്നവർക്ക് ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ വെള്ളച്ചാലിലേക്ക് വീണ അയാളെ വലിച്ചെടുത്തുകൊണ്ട് കടുവ ആ തുരുത്തിലേക്ക് കയറി അവിടെ നിന്നും കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് മറയുകയും ചെയ്തു.
അയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അതിവേഗം തന്നെ അവരുടെ വഞ്ചിയും കൊണ്ട് ഗ്രാമത്തിലേക്ക് എത്തുകയും മെഹർഗാജിയെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. മെഹർഗാജിയും സംഘവും ആ തുരുത്തിലേക്കെത്തി. ഏകദേശം 4 മണിക്കൂറോളം ആ കടുവയ്ക്കും ആ ശരീരത്തിനും വേണ്ടി അവർ ആകെ അവിടെ തിരഞ്ഞു. പാടുകളെയും രക്തപ്പാടുകളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് അവർ ആ തുരുത്ത് മുഴുവൻ അതിനെ തേടി അലഞ്ഞു. 4 മണിക്കൂറുകൾക്കപ്പുറം അവർ ആ ശരീരം കണ്ടെത്തി. മെഹർഗാജി ആ ശരീരം കണ്ടെത്തുമ്പോൾ ആ ശരീരത്തിൽ തലയോട്ടിയും ചില അസ്ഥികഷ്ണങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ആ കടുവ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ആ ഗ്രാമത്തിലും അതിൻ്റെ സമീപ പ്രദേശത്തും നടക്കുവാൻ പോകുന്ന നരവേട്ടകളുടെ തുടർച്ച മാത്രമായിരുന്നു ഈ സംഭവം. ഇതുമാത്രമല്ല, അതിനുശേഷം നിരവധി ആളുകളെ ആ കടുവ പിടികൂടുകയും സമാന രീതിയിൽ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്തതോടെ ഗ്രാമത്തിലെ ആളുകളെല്ലാം കൂടി ചേർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഇനിയും ഇങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഗ്രാമങ്ങളിൽ താമസിക്കുവാൻ ഭയമാണെന്നും ഈ കടുവയെ എങ്ങനെയെങ്കിലും പിടിച്ചേ കഴിയുകയുള്ളൂ എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഗ്രാമത്തിലെ ആളുകൾ അറിയിച്ചു. വനംവകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മെഹർഗാജിയെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചു. ഏൽപ്പിക്കുക മാത്രമായിരുന്നില്ല, മെഹർഗാജിയുടെ മറ്റു ചുമതലകളിൽ നിന്നും ഒഴിച്ചു നിർത്തുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കടുവയെ കൊല്ലുക എന്ന ദൗത്യം മാത്രമാണ്, അല്ലെങ്കിൽ പിടികൂടുക എന്ന ദൗത്യം മാത്രമാണ്. മറ്റു ചുമതലകളിൽ നിന്നുമെല്ലാം അദ്ദേഹത്തെ മാറ്റി. ഈ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഗ്രാമത്തിൽ നിന്നും മറ്റൊരാൾ അടുത്തുള്ള ഒരു തുരുത്തിലേക്ക് തൻ്റെ കന്നുകാലികൾക്ക് കൊടുക്കുവാൻ വേണ്ടി പുല്ലുകൾ അരിയുവാൻ വേണ്ടി പോയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് പോയ അയാൾ വൈകുന്നേരമായിട്ടും മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഗ്രാമത്തിലെ ആളുകളും അതുപോലെ തന്നെ അയാളുടെ ബന്ധുക്കളും കൂടി തിരക്കിപ്പോയിരുന്നു. പുല്ല് വെട്ടുവാൻ പോയ ആ തുരുത്തിൽ നിന്നും അവർക്ക് കിട്ടിയത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു അരിവാൾ മാത്രമായിരുന്നു. ഇത്രയും കണ്ടതോടെ അവിടേക്കെത്തിയ ആളുകൾ മുന്നിലേക്ക് അയാളെ തിരിഞ്ഞു പോകുവാനോ കണ്ടെത്തുവാനോ ശ്രമിച്ചില്ല. കാരണം എല്ലാവർക്കും ഭയമായിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, ഈ വിവരം മെഹർഗാജി അറിയിച്ചു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ മെഹർഗാജിയും അദ്ദേഹത്തിൻ്റെ മകനും സംഭവം നടന്ന സ്ഥലത്തെത്തി. സംഭവം നടന്ന സ്ഥലത്തെപ്പറ്റി നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു. അവിടെ നിന്നും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത് ആ കടുവയുടെ കാലടയാളങ്ങളും മനുഷ്യനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടുമായിരുന്നു. അങ്ങനെ അവിടെ കണ്ട പാടിനെ പിന്തുടർന്നുകൊണ്ട് ഗാജികൾ ഏകദേശം 3-4 കിലോമീറ്റർ ദൂരമോളം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് ചെന്ന സമയത്ത് അവർ ആ മനുഷ്യൻ്റെ ശരീരം കണ്ടെത്തി. അവർ ആ ശരീരം അവിടെ കണ്ടെത്തുമ്പോൾ അത് പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മെഹർഗാജിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഉറപ്പായും ആ കടുവ രാത്രിയിൽ ബാക്കി മാംസം കൂടി ഭക്ഷിക്കുവാൻ വേണ്ടി അവിടെ എത്തുമെന്ന്. മെഹർഗാജി അവിടെയാകെ പരിശോധിച്ചു. അതിനുശേഷം ഗൺ ട്രാപ്പ് വെക്കുവാൻ പറ്റിയ ഒരു മരം തൊട്ടടുത്ത് നിന്നും 200 മീറ്റർ മാറി കണ്ടെത്തി. അതിലേക്ക് തൻ്റെ തോക്കുറപ്പിച്ച് നിർത്തുകയും ട്രിഗറിൽ നിന്നും ഒരു നൂല് വലിച്ച് അതിനെ കുറുകെ കെട്ടുകയും ചെയ്തു. അതിനുശേഷം ഗാജികൾ അവിടെ നിന്നും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയി. പിന്നെ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളായിരുന്നു. മെഹർഗാജിയും അദ്ദേഹത്തിൻ്റെ മകനും ചെവികൾ കൂർപ്പിച്ച് തന്നെ ഇരുന്നു, അവിടെ നിന്നും തോക്കിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം വനത്തിൽ പതിയിരുന്ന് ഒരു കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നത്, അതായത് ഒരു നരഭോജിയായ കടുവയെ കൊല്ലുക എന്നത് അതീവ ദുർഘടകരമായ പരിപാടിയാണ്. അതുമാത്രമല്ല, ഒരുപക്ഷെ വേട്ടക്കാരൻ്റെ ജീവൻ തന്നെ പൊലിഞ്ഞു പോയേക്കാം. അതിനെല്ലാം പരിഹാരം എന്ന നിലയിലാണ് ഗൺ ട്രാപ്പ് വെച്ച് ആ കടുവയെ കൊല്ലുവാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു വേട്ടക്കാരൻ പോലും കടുവയുടെ കെണിയിൽപ്പെട്ട് മരിക്കില്ല. സുരക്ഷിതമായി ഒരു നരഭോജി കടുവയെ കൊല്ലുവാനുള്ള വഴി കൂടിയായി ഇത് തെളിയുകയും ചെയ്യും. അങ്ങനെ അവരുടെ കാത്തിരിപ്പിന് ശേഷം ഏകദേശം രാത്രി 10 മണി ആയതോടെ ആ വനത്തിൽ നിന്നും ഒരു തോക്കിൻ്റെ ശബ്ദം കേട്ടു. ആ തോക്കിൻ്റെ ശബ്ദം കേട്ടതും മെഹർഗാജിയുടെ മകൻ തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. പിറ്റേന്ന് കാലത്തെ തന്നെ മെഹർഗാജിയും മകനും ഒരു സംഘം ആളുകളും കൂടി സംഭവം നടന്ന, അതായത് ആ ഗൺ ട്രാപ്പ് വെച്ചിരുന്ന ആ വനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് നിരാശ മാത്രമായിരുന്നു ഫലം. കാരണം അവിടെ കടുവ ഉണ്ടായിരുന്നില്ല. കടുവ ചത്തിട്ടില്ല എന്ന് ഗാജിക്കും തനിക്ക് കൂടെ ഉള്ളവർക്കും മനസ്സിലായി. വെടിയേറ്റ മൃഗം ഏറ്റവും വലിയ അപകടകാരിയാണ്. പ്രത്യേകിച്ച് വെടിയേറ്റത് ഒരു നരഭോജിക്കാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും മെഹർഗാജി തൻ്റെ മകനെയും തൻ്റെ കൂടെ അവിടേക്കെത്തിയ ഗ്രാമത്തിലെ ആളുകളെയും തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ പറഞ്ഞയച്ചു. അതിനുശേഷം മെഹർഗാജി തൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് തലേന്ന് മരിച്ച് അവശേഷിച്ച ആ മനുഷ്യൻ്റെ അരികിലേക്ക് തന്നെ നടന്നു. ശരീരം അവിടെ തന്നെ കിടപ്പുണ്ട്. തലേന്ന് രാത്രിയിൽ കടുവ ഇവിടേക്ക് വന്നുവെങ്കിലും ഈ ട്രാപ്പിൽപ്പെട്ട് അവൻ ഭയന്ന് ദൂരേക്ക് ഓടിപ്പോയി.
കുറച്ച് രക്തത്തുള്ളികൾ മാത്രമാണ് അവിടെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും വേദനയാൽ അവൻ വനത്തിലേക്ക് തന്നെ ഓടിപ്പോയതാണ്. പിന്നീട് മടങ്ങി വന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൻ ഇവിടേക്കെത്തും. ഇവിടേക്കെത്തുമ്പോൾ എനിക്കിവനെ മറഞ്ഞിരുന്ന് കൊല്ലുവാനും സാധിക്കും. ഈ പദ്ധതികളെല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് മെഹർഗാജി ചുറ്റും നോക്കി. ആ ശരീരം കടന്നിരുന്ന ഭാഗത്തു നിന്നും കുറച്ചു മാറി ഒരു വലിയ ജാതിയുടെ മരമുണ്ടായിരുന്നു. ഏകദേശം 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ മരം. ആ മരത്തിൻ്റെ മുകളിലേക്ക് മെഹർഗാജി വലിഞ്ഞു കയറി തൻ്റെ റൈഫിലുമായിട്ട്. അതിൻ്റെ വലിയൊരു ശിഖരത്തിൽ തന്നെ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. ആ കടുവ അവിടേക്ക് മടങ്ങിയെത്തിയില്ല. വൈകുന്നേരമായപ്പോഴേക്കും അവിടേക്ക് കനത്ത മഴ പെയ്തിറങ്ങി. നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ, അവിടെ ഇപ്പോൾ മഴക്കാലമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങിയിരിക്കുന്നു. ആ വലിയ മരത്തിലിരുന്നു കൊണ്ട് പെയ്യുന്ന മഴയെല്ലാം നനഞ്ഞുകൊണ്ട് മെഹർഗാജി സമാധാനത്തോടെ തന്നെ തൻ്റെ ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര മഴ നനഞ്ഞാലും എത്ര തണുത്തു വിറച്ചാലും അവിടെ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച ബോധത്തോടു കൂടിയാണ് അദ്ദേഹം ആ മരത്തിൽ അങ്ങനെ ഇരുന്നത്. സമയം ഏകദേശം 4 മണിയായി. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഹർഗാജി ചുറ്റും നോക്കി. മഴയുടെ ശബ്ദത്താൽ ചുറ്റുമുള്ള ശബ്ദമൊന്നും അദ്ദേഹത്തിന് വ്യക്തമായി കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കാഴ്ചയിലൂടെ മാത്രമാണ് ഇനിയും രക്ഷയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം മെഹർഗാജി ചുറ്റും സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അയാൾ ചുറ്റും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് തലേന്ന് പിടിച്ചിട്ട ആ ഇരയുടെ അരികിലേക്ക്, അതായത് ആ മനുഷ്യൻ്റെ അവശിഷ്ടത്തിൻ്റെ അരികിലേക്ക് ഒരു കടുവ മന്ദം മന്ദം നടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പദൂരം നടന്നു വന്ന ശേഷം നിന്ന് ചുറ്റുപാടും നിരീക്ഷിച്ച ശേഷമാണ് വീണ്ടും ആ കടുവ ശരീരത്തെ അനുഗമിക്കുന്നത്. ആ കടുവയുടെ ശരീരത്തിലേക്ക് മെഹർഗാജി സൂക്ഷിച്ചു നോക്കി. മാസങ്ങൾക്ക് മുന്നേ തൻ്റെ മുഖത്ത് വലിയൊരു പാട് സമ്മാനിച്ച തൻ്റെ പ്രിയപ്പെട്ട കന്നുകാലിയെ കൊന്ന ആ കടുവ തന്നെയാണ് ഇവനെന്നും അതോടുകൂടി മെഹർഗാജി തിരിച്ചറിയുകയാണ്. മെഹർഗാജിയുടെ മനസ്സിലെ രോക്ഷം അണപൊട്ടി. അതിനൊപ്പം സന്തോഷവും. കാരണം ഇത്രയും വേഗം ആ നരഭോജി കടുവയെ കൊല്ലുവാൻ സാധിക്കുമെന്നും ഈ കടുവ തന്നെയാണ് മാസങ്ങൾക്ക് മുന്നേ തൻ്റെ മുഖത്ത് ഇത്രയും വലിയൊരു മുറിപ്പാട് സമ്മാനിച്ചതെന്നും തൻ്റെ പ്രിയപ്പെട്ട കന്നുകാലിയെ കൊന്നുകൊണ്ടുപോയതും ഇത് തന്നെയാണെന്നും ബോധ്യം വന്നപ്പോൾ അദ്ദേഹം ഉള്ളിൽ വല്ലാതെ സന്തോഷിച്ചു. കാരണം ഇന്ന് അദ്ദേഹം എടുത്ത ശപഥത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. ഈ കടുവയെ കൊല്ലുമെന്ന് ഗ്രാമത്തിലെ ആളുകളോടും തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആ അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. കടുവയുടെ ജീവൻ ഇനിയും എണ്ണപ്പെട്ടു തുടങ്ങിയെന്നും അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ആ കടുവ ഇരയുടെ അരികിലേക്ക് വരുവാൻ വേണ്ടി അദ്ദേഹം അക്ഷമനായി കാത്തിരുന്നു. പതിയെ പതിയെ ആ കടുവ ഇരയുടെ അരികിലേക്ക് പതിയെ ആ കടുവ നടന്നു വന്നു. അപ്പോഴേക്കും മഴ അല്പം ശമിച്ചു കഴിഞ്ഞിരുന്നു. ഇരയിൽ നിന്നും മാംസം കടിച്ചെടുക്കുവാൻ വേണ്ടി ആ കടുവ കുനിഞ്ഞ സമയം കൊണ്ട് മെഹർഗാജി തൻ്റെ കാഞ്ചി വലിച്ചു. തുടരെ 2 തവണയാണ് അദ്ദേഹത്തിൻ്റെ തോക്ക് ഗർജിച്ചത്. ഒന്നിനു പുറകെ ഒന്നായി തിരകൾ ആ കടുവയുടെ ശരീരത്ത് തറച്ചു കയറി. കടുവ ആ ശരീരത്തിൻ്റെ അരികിൽ തന്നെ വീഴുകയും പിടയ്ക്കുകയും ചെയ്തു. അല്പസമയം പിടച്ച ശേഷം അതിൻ്റെ ആ പിടപ്പ് അവസാനിച്ചു. അതിൻ്റെ രക്തം മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി. കടുവ ഇപ്പോൾ തികച്ചും ദുർബലനായിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ജീവൻ പൂർണ്ണമായും പോയിരുന്നില്ല. മെഹർഗാജി ആ 100 വർഷം പഴക്കമുള്ള ആ മരത്തിൽ നിന്നും പതിയെ താഴേക്കിറങ്ങി തൻ്റെ റൈഫിലും പിടിച്ചുകൊണ്ട് അല്പം ജീവൻ അവശേഷിക്കുന്ന ആ കടുവയുടെ അരികിലേക്ക് പതിയെ നടന്നു ചെന്നു. ആ കടുവയുടെ മൂക്കിൽ നിന്നും ശ്വാസം എടുക്കുന്നതിൻ്റെയും അതിൻ്റെ വയർ പതിയെ അനങ്ങുന്നതും മെഹർഗാജിക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. മെഹർഗാജിക്ക് വേണ്ടത് ഇതായിരുന്നു. ആ കടുവയ്ക്ക് മനസ്സിലാകണം താൻ ആരാണെന്ന്, എന്തിനാണ് അവനെ കൊന്നതെന്നും. മാസങ്ങൾക്ക് മുന്നേ ആ കടുവ ആക്രമിച്ച വ്യക്തി തന്നെയാണ് ഇപ്പോൾ തൻ്റെ മരണത്തിന് കാരണമായതെന്ന് ആ കടുവ മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. തൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിലിൻ്റെ പാത്തി കൊണ്ട് അതിൻ്റെ തലയിൽ ഒന്ന് കുത്തി, ഒന്ന് തിരിച്ചു. കടുവ അതിദയനീയമായി അദ്ദേഹത്തെ ഒന്ന് നോക്കി. അതോടൊപ്പം തന്നെ ആ കടുവയുടെ ജീവനും പോയി. നീ ആയിരുന്നോ എന്നെ കൊന്നേ എന്ന മട്ടിലായിരിക്കാം ആ കടുവ അദ്ദേഹത്തെ നോക്കിയത്. അന്ന് വെറുതെ വിട്ടത് വലിയ തെറ്റായിപ്പോയി എന്നായിരിക്കാം ആ കടുവ ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഗൺ ട്രാപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ ഗൺ ട്രാപ്പിൽ ശരിക്കും ഈ കടുവ പെട്ടിരുന്നു. ആ ഗൺ ട്രാപ്പിൻ്റെ ഷോട്ട് കൊണ്ട് ആ കടുവയുടെ പിൻകാലിലാണ് പരിക്കേറ്റത്. അതുകൊണ്ടാണ് ഈ കടുവ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അദ്ദേഹം ആ കടുവയെ നല്ലപോലെ പരിശോധിച്ചു. നല്ല ആരോഗ്യവാനായ കടുവയാണ്.
7.5 അടി നീളമുണ്ടായിരുന്നു അതിന്. വൈകുന്നേരമായപ്പോഴേക്കും മെഹർഗാജി തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തുകയും തൻ്റെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിൻ്റെ മകളും മകനും എല്ലാം ഭാര്യയുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നേരം പുലർന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഗ്രാമത്തിലെ ആളുകളെയും കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. മൂക്ക് തപ്പി പിടിക്കാതെ ആർക്കും അവിടേക്ക് പോകുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഏകദേശം 3 ദിവസം പഴക്കമുള്ള ഒരു മനുഷ്യ ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ദുർഗന്ധവും മണിയൻ ഈച്ചകളും അവിടെ ഇവിടെയെല്ലാം പറന്നു നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ആളുകൾ അതിൻ്റെ അരിയിലെത്തി. ആ മനുഷ്യൻ്റെ ശരീരം അവിടുന്ന് വീണ്ടെടുത്തു. ഒരു ചാക്കിൽ കെട്ടി അത് അവിടെ നിന്നും കൊണ്ടുപോയി ഗ്രാമത്തിലേക്ക്. കടുവയുടെ ശരീരവും വള്ളത്തിൽ വെച്ച് അവർ ഗ്രാമത്തിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോയി. ഈ ധീരതയ്ക്ക് വനംവകുപ്പ് മെഹർഗാജിയെ ആദരിക്കുകയും ചെയ്തു. ഇന്നും ഈ സുന്ദർബാനിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. കടുവകളും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാകുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ചരിത്രങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.